വി വി രാജേഷിനെ തിരുവനന്തപുരം നഗരസഭയുടെ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാനാഥിനെ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും ചരിത്ര നിമിഷമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ ഭരണം കിട്ടുക എന്നത്. കിട്ടി അതിനുശേഷം ഒരു മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയായിരുന്നു. വളരെ നാടകീയമായ ട്വിസ്റ്റുകൾക്കൊടുവിൽ വി വി രാജേഷിലേക്ക് ബി.ജെ.പി അവസാനം തീരുമാനമെത്തിച്ചിരിക്കുന്നു. ആർ ശ്രീലേഖയുടെ പേരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ വരെ പോലും സജീവമായിരുന്നതെങ്കിൽ ഇന്ന് ആ തീരുമാനമെല്ലാം തന്നെ നാടകീയതയ്ക്കൊടുവിൽ മാറി മറിഞ്ഞുകൊണ്ടാണ് വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റക്കെട്ടായി തന്നെ നേതൃത്വം എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിൽ നഗരപിതാവായി മാറുന്നു. തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. ഞാൻ മേയർ ക്യാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നുവെങ്കിലും ആയിരക്കണക്കിന് വരുന്ന ഞങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ, അവരുടെ ജീവൻ കൊടുത്ത പ്രസ്ഥാനമാണിത്. ഞങ്ങളൊക്കെ ഒരു നിമിത്തം പോലെ ഇവിടെ വന്നു ചേർന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ ഗൗരവമായി ഞങ്ങൾ നിർവഹിക്കും. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് ബി.ജെ.പിയുടെ ആദ്യത്തെ MLA എന്നത് രാജഗോപാലേട്ടൻ്റെ പേരിലാണ്. അപ്പോൾ ആദ്യത്തെ മേയർ, തിരുവനന്തപുരം നഗരസഭ മേയർ എന്നുള്ള ഒരു ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു പദവിയാണ്. അപ്പോൾ ഇത് എത്രത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്? അല്ല, കഴിഞ്ഞ 25-30 വർഷമായി ഞാൻ ABVPയുടെ നെടുമങ്ങാട് താലൂക്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആരംഭിച്ച ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ്. പിന്നീട് യുവമോർച്ചയിൽ വരുന്നു, സംസ്ഥാന അധ്യക്ഷനാവുന്നു, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാവും, സംസ്ഥാന സെക്രട്ടറി ആവും. ഈ സമയത്തൊക്കെ നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. അതിലൂടെ നമുക്ക് ലഭിച്ച ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ 1-2 ആൾക്കാരെ വെച്ചിട്ടൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഈ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട്, പാർട്ടി കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന അവസരത്തിലും പിന്നെ അവസാനം മേയർ ആരെന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴും തന്നെ ആർ ശ്രീലേഖ IPS കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS എന്നുള്ള രീതിയിൽ ആ രീതിയിലൊരു സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള വലിയ ചർച്ചയാണ്. അവസാനം ഈ പേരിലേക്ക് എത്തുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു പൊളിറ്റിക്കൽ നേതൃത്വം വേണം എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ കാണുന്നില്ലേ? ഇപ്പം ശ്രീലേഖ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒരു സഹോദരിയാണ്, അമ്മയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ വന്ന് കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. സർവീസിലും ഏറ്റവും നല്ല പേരും പെരുമയും ഒക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. ആ അനുഭവ സമ്പത്ത് സമൂഹത്തിൽ വളരെയധികം പ്രയോജനപ്പെടും. സ്വാഭാവികമായിട്ടും നിരവധി പേരുകൾ മേയർ സ്ഥാനത്തേക്ക് ചർച്ച വന്നു. മാധ്യമങ്ങൾ ചർച്ച വരുന്ന പേരും ഇല്ലാത്ത പേരും കൊടുത്തിട്ടുണ്ടല്ലോ. അത് സ്വാഭാവികമാണ്. ഏതൊരു പദവി വരുമ്പോഴും വിവിധ പേരുകൾ ചർച്ച വരുന്ന ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. എന്താണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ മാലിന്യ സംസ്കരണം ഒരു വലിയ വെല്ലുവിളിയാണ്, തെരുവുനായ ശല്യം. ഇതിനൊരു പ്ലാൻ നിയുക്ത മേയറുടെ മനസ്സിലുണ്ടോ? ഓക്കെ പ്രശാന്ത്, ഞങ്ങൾ ബി.ജെ.പിയുടെ ബാനറിൽ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പാനലിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ വെറുതെ പറയുകയില്ല. ഇത് നിരവധി 100 കണക്കിന് നഗരങ്ങളിൽ നടപ്പിലാക്കിയ മാതൃക, ബി.ജെ.പി മേയർമാർ നടപ്പിലാക്കിയ മാതൃകകൾ ഞങ്ങളിലുണ്ട്. ഞങ്ങൾക്ക് വളരെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള മെഷീനറി ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ തിരുവനന്തപുരത്തെ സഹായിക്കാൻ വേണ്ടി പണം തരാൻ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കും. ഒരു ഇൻഡോർ മോഡലിനെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണത്? ഇൻഡോർ ആണല്ലോ ഇന്ത്യയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇൻഡോർ ആണ്. അപ്പോൾ ആ ഇൻഡോർ മാതൃക, ഇപ്പൊ ഇൻഡോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരുപാട് വേക്കൻറ്റ് ലാൻഡ് ഉള്ളതുകൊണ്ട് അവർക്ക് ടൺ കണക്കിന് മാലിന്യം അവിടെ നിർമ്മാർജ്ജനം സാധിക്കും. നമുക്ക് ആ സ്ഥലത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഇൻഡോർ മോഡൽ സാങ്കേതിക വിദ്യ തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ബി.ജെ.പി നേതൃത്വം വി വി രാജേഷിനെ ഈ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചുമതല പൂർണ്ണമായും നിർവഹിക്കും. മാത്രമല്ല, നഗരത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് തെരുവുനായ ശല്യമാണെങ്കിലും മാലിന്യ സംസ്കരണമാണ്. ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം, വളരെ നാടകീയതയ്ക്കൊടുവിൽ, നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ വി വി രാജേഷിന്റെ പേരിലേക്ക് നേതൃത്വം എത്തിയത്, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് രീതിയിൽ ശ്രീലേഖയെ അന്വയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? കാരണം 1.5 വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ പാർട്ടിയിലേക്ക് എത്തുമ്പോഴും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു അക്കമഡേഷൻ അപ്പോൾ കൃത്യമായ രീതിയിൽ ലഭിക്കുമെന്ന് ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോൾ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായും തഴയപ്പെടുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലൊരു അക്കമഡേഷനോ മറ്റോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ പ്രശാന്ത്? രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി, അതുപോലെ തന്നെ ബി.ജെ.പിക്കുള്ളിലെ ശക്തമായ നേതൃത്വത്തിന്റെ സമ്മർദ്ദം, RSSന്റെ നേതൃത്വത്തിന്റെ താല്പര്യം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വി വി രാജേഷ് എന്ന പൊളിറ്റിക്കൽ നേതൃത്വത്തിനെ ബി.ജെ.പിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ പദം ഏൽപ്പിക്കുമ്പോൾ ആർ ശ്രീലേഖയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആർ ശ്രീലേഖ ആ പദവിക്ക് അർഹയല്ല എന്നതല്ല, പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കുന്നത് ഉചിതമാകില്ല എന്നതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖയുമായി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും സംസ്ഥാന ജനറൽ
സെക്രട്ടറി എസ് സുരേഷും രാവിലെ തന്നെ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും എന്ന നിലപാടാണ് അറിയിച്ചത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നില്ല എന്ന കാര്യവും നേതൃത്വം വ്യക്തമാക്കി. കാരണം ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമാണ്. എന്നിരുന്നാൽ പോലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖയെ പരിഗണിച്ചത് ഉചിതമാകില്ല. പകരം BJPക്ക് വളരെ ഉറപ്പുള്ള അല്ലെങ്കിൽ വിജയസാധ്യത കൂടുതലുള്ള ഒരു നിയമസഭാ സീറ്റിൽ അവരെ മത്സരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മേയർ സ്ഥാനാർത്ഥിയായി മേയറായി ആർ ശ്രീലേഖയെ പരിഗണിച്ചാൽ പോലും 3-4 മാസത്തിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉറപ്പായും അത്തരത്തിലുള്ള നീക്കം തന്നെ ഉണ്ടാകും. കാരണം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച ആൾ കൂടിയാണ് ആർ ശ്രീലേഖ. മാത്രമല്ല അവരുടെ കഴിവും അറിവും അവരുടെ പ്രവൃത്തി പരിചയവും എല്ലാം തന്നെ ഉചിതമായ രീതിയിൽ അർഹമായ രീതിയിൽ തന്നെ BJP നേതൃത്വം, അത് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഉപയോഗിക്കും എന്നത് കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് ഈ VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട നേതാക്കൾ വിശദീകരിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ആർ ശ്രീലേഖയുടെ കാര്യത്തിൽ ഒരു വിയോജിപ്പ് അത് RSSന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു പൊളിറ്റിക്കൽ നേതൃത്വം വേണം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചെങ്കിലും 50 സീറ്റ് എന്ന തുല്യം 50 സീറ്റ് പ്രതിപക്ഷത്ത് 50 സീറ്റ് ഭരണപക്ഷത്ത് എന്ന നിലയിലേക്ക് വരുമ്പോൾ ഭരണം അത്ര സുഗമമായിരിക്കില്ല. ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആർ ശ്രീലേഖയെ പോലുള്ള ഒരാൾക്ക് ആ മേയർ പദവി, മേയർ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രായോഗിക രാഷ്ട്രീയം എത്രത്തോളം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതുള്ളൊരു വെല്ലുവിളിയായി തന്നെ പലരും കണ്ടു. മേയർ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ താഴെ തലത്തിലടക്കം ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം പ്രശാന്ത് കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ BJP വ്യക്തമായ രീതിയിൽ കരുനീക്കം നടത്തി. RSS കൂടി ഏകോപനം നടത്തുമ്പോൾ കൃത്യമായി ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് തന്നെ നടത്തുന്നു. അപ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് VV രാജേഷിൻ്റേത് തന്നെ എന്ന് പറയുകയായിരുന്നു.